ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ദൂത് നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടും. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5 അതിൻ്റെ 2-ാമത്തെ ഭാഗം ഇങ്ങനെ പറയുന്നു, അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ആ പദമൊന്ന് പറയാമോ? അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ബൈബിളുകൾ കൊണ്ടുവന്നവരെല്ലാം അതെടുത്തൊന്ന് ഉയർത്തി പറഞ്ഞാട്ടെ. അവൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. തലയ്ക്ക് മുകളിൽ ഉയർത്തി പിടിച്ച് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. ആമേൻ, ഹല്ലേലൂയ. വേദപുസ്തകത്തിനകത്ത് ഗോഡ്സ് ഫേവർ, ദൈവത്തിൻ്റെ പ്രസാദം, മലയാളത്തിൽ 1-2 പദങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അതിനുവേണ്ടി. ദൈവത്തിൻ്റെ പ്രീതി, ദൈവത്തിൻ്റെ അനുകൂലത എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ് ഗോഡ്സ് ഫേവർ. സങ്കീർത്തനക്കാരൻ തൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് താൻ പാടുന്ന ഒരു പാട്ടാണ്. അതിനകത്ത് താൻ പറയുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതിനകത്ത് താൻ ഏറ്റവും ആഴമായി പറയുന്ന ഒരു പദമാണ് ദൈവത്തിൻ്റെ പ്രസാദമോ ജീവപര്യന്തം ഉള്ളത്. അർത്ഥം ഇത്രയുള്ളൂ, ദൈവത്തിൻ്റെ പ്രസാദം ഒരുവനിൽ വെളിപ്പെട്ടാൽ അത് പാതി വഴിയിൽ ആ പ്രസാദം ഇട്ടേച്ചു പോകില്ല. ആമേൻ. ദൈവത്തിൻ്റെ പ്രസാദം ഒരു കുടുംബത്തിലോ ഒരു തലമുറകളുടെ മേലോ വെളിപ്പെട്ടാൽ അവൻ തകർത്ത് കളയാൻ ഉലകത്തിൽ ആർക്കും കഴിയില്ല. ആമേൻ. ദൈവത്തിൻ്റെ പ്രസാദം ഒരുവൻ്റെ മേൽ വെളിപ്പെട്ടാൽ അത് ജീവപര്യന്തമാണ്. ഈ പകൽക്കാലം ഈ ലോകത്തുള്ള എന്ത് നേടുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഫേവർ ഉള്ളവനായി മാറുന്നതാണ് നല്ലത്. ആമേൻ. ദൈവത്തിൻ്റെ ഫേവർ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ എല്ലാവരോടും ഉണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ടാണ് നാം ജീവനോട് നിൽക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ ഫേവർ എല്ലാവരോടും ഉണ്ടാകണമെന്നില്ല. ആമേൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവന് കൃപ തോന്നണമെന്നുള്ളവനോട് കൃപ തോന്നുകയും അവന് ദയ തോന്നണം എന്നുള്ളവനോട് ദയ തോന്നുകയും ചെയ്യും. അർത്ഥം ഇത്രയുള്ളൂ. ആ പദത്തിനകത്ത് മലയാളത്തിൽ കൃപ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവൻ്റെ മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ പ്രസാദം അവന് തോന്നുന്നവരുടെ മേലാണ് വെളിപ്പെടുന്നത്. അമ്മേ, അവന് ജയ തോന്നുന്നവരുടെ മേലാണ് വെളിപ്പെടുന്നത്. എല്ലാവരും അമ്മിരും ആരാധിച്ച ഉടനെ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കണമെന്നില്ല. പ്രസംഗിച്ചാൽ ഉടനെ ദൈവത്തിൻ്റെ പ്രസാദം വെളിപ്പെടണമെന്നില്ല. കൈയടിച്ചത് കൊണ്ടോ അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കണമെന്നില്ല. പക്ഷേ പ്രസാദം ഒരുവൻ്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞ് അവൻ്റെ സ്ഥിതി മാറും. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, വേദപണ്ഡിതാക്കൾ കമൻട്രികളിലൊക്കെ പറയുന്ന പദം ദൈവത്തിൻ്റെ കൃപയും ഗോഡ്സ് ഫേവറും അത് ഇരട്ടകളാണ്, ട്വിൻസാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേസ് പോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ഫേവർ. കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും അത് രണ്ടും രണ്ടാണ്. ഗ്രേസ് വെളിപ്പെട്ടാലേ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടത്തുള്ളൂ. പക്ഷേ ഗ്രേസ് വെളിപ്പെട്ട എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടണമെന്നില്ല. ഇന്ന് പകൽക്കാലം 100-ലധികം പേര് ഇതിനകം തിരിപ്പുണ്ടെന്നിരിക്കട്ടെ. നമ്മൾ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ എല്ലാവർക്കും കൃപയുണ്ട്. നാം ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കൃപയാ. നാം നശിച്ചു പോകാത്തത് തന്നെ ദൈവത്തിൻ്റെ കൃപയാ. പക്ഷേ ഈ 100 കണക്കിന് പേര് ഇതിനൊക്കെ തിരിക്കുമ്പോൾ എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ പ്രസാദമില്ല, ദൈവത്തിൻ്റെ പ്രീതിയില്ല, ദൈവത്തിൻ്റെ അനുകൂലതയില്ല. ദൈവം ചിലരെ മാത്രം കാലഘട്ടത്തിനകത്ത് മാറ്റി നിർത്തി ദൈവിക പ്രസാദം വെളിപ്പെടുത്തും. ഈ പകൽക്കാലം ദൈവകൃപ വേണം. ദൈവകൃപയുടെ അടുത്ത സ്റ്റെപ്പ് ദൈവത്തിൻ്റെ പ്രസാദം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കൃപയുള്ളവർ ഈ ലോകത്ത് പലരും കാണും. അമ്മേ, കൃപയുള്ളവരുടെ ആലയങ്ങൾ കണ്ടേക്കാം, കൃപയുള്ളവരുടെ പ്രസംഗങ്ങൾ കണ്ടേക്കാം, കൃപയുള്ളവരുടെ കൃപയുള്ളവരുടെ വീടുകൾ കണ്ടേക്കാം. പക്ഷേ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെട്ട് കഴിഞ്ഞാൽ അത് അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത് പോലെ ആയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ലൈവിലൂടെയൊക്കെ മെസ്സേജ് കേട്ടിട്ട് പ്രാർത്ഥനയൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വിളിക്കുന്നവർ ചോദിക്കും, പാസ്റ്റർ അമ്മേ ട്രിവാൻഡ്രത്ത് നിങ്ങളുടെ മെയിൻ ചർച്ച് അന്തിയർക്കോണത്താണോ? ആണ്. എന്നോടപ്പോൾ എടുത്തവായി മറുപടി, ട്രിവാൻഡ്രത്തുള്ളവരാണെങ്കിൽ പറയും, പാസ്റ്റർ അവിടെ ഒത്തിരി പള്ളികൾ, ഹലോ ഒത്തിരി പള്ളികൾ ഉണ്ടല്ലോ. ഉണ്ട് ഹലോ, അതെല്ലാം നിൽക്കുന്നത് കൃപയിലാണ്. ഹല്ലേലൂയ. ശക്തന്മാരായ ദൈവദാസന്മാരില്ലേ? ഉണ്ട്. അമ്മേ, ഈ കാലഘട്ടത്തിൽ കേരളത്തിന്റെ മണ്ണിൽ കൃപയുള്ള ദൈവദാസന്മാരില്ലേ? ഉണ്ട്. പക്ഷെ എല്ലാവരുടെ മേൽ ദൈവത്തിന്റെ പ്രസാദമില്ല, ദൈവത്തിന്റെ ഫേവർ ഇല്ല. ഞാനൊക്കെ ദൈവസന്നിധി പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ഈ തലമുറയിൽ വേറിട്ട് നിൽക്കാനുള്ള ഒരു ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടണം. അമ്മേ, ഹല്ലേലൂയ. പ്രിയരെ, എന്നെക്കാൾ കഴിവുള്ളവർ, ഇന്ന് മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ശക്തന്മാരായ ദൈവദാസന്മാരെക്കാൾ വചന പണ്ഡിതന്മാർ, വചനം പ്രസംഗിക്കാൻ കഴിവുള്ളവർ, വചനം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവർ, കൃപാവര പ്രാപ്തന്മാർ പലപ്പോഴും എവിടെയൊക്കെ ഒതുങ്ങിപ്പോയി. പക്ഷേ കഴിവില്ലാത്ത, മിടുക്കില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ചിലവര് എന്റെ ദൈവം ഉയർത്തിക്കൊണ്ടുവന്നെങ്കിൽ അതിന്റെ പേര് ദൈവത്തിന്റെ പ്രസാദം. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. നിന്നെക്കാൾ ആരാധിക്കുന്ന കുടുംബങ്ങൾ കണ്ടേക്കാം, നിന്നെക്കാൾ പണമുള്ള, സൗന്ദര്യമുള്ള, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുടുംബങ്ങൾ ദേശത്ത് കണ്ടേക്കാം. പക്ഷേ അവരെല്ലാം മാറ്റി നിർത്തിയിട്ട് നിന്നെ ദൈവം ഉയർത്തും. അതിന്റെ പേര് ഈ പകൽക്കാല ഫേവറിന്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലായിക്കോണം. ഈ ആയിരക്കണക്കിന് സഭകൾ കേരളത്തിന്റെ മണ്ണിലുണ്ടായാലും ചില സഭകളോട് ദൈവത്തിന് ഫേവർ ഉണ്ട്. നൂറുകണക്കിന് ലക്ഷക്കണക്കിന് പെന്തക്കോസ്റ്റൽ വിശ്വാസികൾ കേരളത്തിലുണ്ടായാലും ആ ലക്ഷത്തിൽ ചിലരോട് ദൈവത്തിന് ഫേവർ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി ഞാൻ പറഞ്ഞു തരാം. ഒരു ഓഫീസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നെന്നിരിക്കട്ടെ, നിങ്ങളെക്കാൾ ക്വാളിഫൈഡ് ആയ, നിങ്ങളെക്കാൾ കഴിവുള്ള, നിങ്ങളെക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയ വ്യക്തികൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അടുത്ത തസ്തികയിൽ കയറാൻ അവരാണ് യോഗ്യർ, അവരാണ് കഴിവുള്ളവർ, അവരാണ് പ്രാപ്തിയുള്ളവർ. പക്ഷേ അവിടുത്തെ GM വന്നിട്ട് പറയുക, അവരവിടെ നിൽക്കട്ടെ, നീ കയറിയിരിക്കുക. മനസ്സിലായോ? അമ്മേ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളവരുടെ അത്ര കഴിവ് നിനക്കില്ല, അടുത്തുള്ളവരുടെ അത്ര പ്രാപ്തി നിനക്കില്ല, അടുത്തുള്ളവരുടെ അത്ര സൗന്ദര്യം നിനക്കില്ല, അടുത്തുള്ളവരുടെ അത്ര ശുശ്രൂഷ നിനക്കില്ല, അടുത്തുള്ള സഭകളെ അത്ര വളർച്ച നിനക്കില്ല. പക്ഷെ എൻ്റെ ദൈവം അവന്റെ ഫേവർ വെളിപ്പെടുത്തിയിട്ട് ചില മുൻപന്മാരെ പിൻപന്മാരാക്കി നിന്നെ മുന്നിൽ കൊണ്ടുവരും. ഈ പകൽ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. അതിന്റെ പേരാണ് ദൈവത്തിന്റെ ഫേവർ. ഓ ശബരധരകൽക്കവ എന്നറിയില്ല. ഇത് പ്രസംഗിക്കുമ്പോൾ വ്യക്തമായി ചിലരോട് ആത്മാവിടപെടുക. മക്കളെ, നിന്റെ ക്വാളിഫിക്കേഷൻ വിഷയമല്ല, നിന്റെ കഴിവ് വിഷയമല്ല, നിന്റെ പ്രാപ്തി വിഷയമല്ല. ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെട്ട നീ പുറകിൽ നിൽക്കുന്ന നിന്നെ എന്റെ ദൈവം മുന്നിൽ കൊണ്ടുവരും. നന്നായി കരമടിച്ച് വായ്കളെ തുറന്ന് എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ.
Sharabala, Jabala, Hajabala, Hadaga Chara, Thara, Thara, Thara. Oh, Shara, Thara, Tharam, 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 Tharam. Abtabala, Hajabala, Hadaga Thara, Vaidamana. Abtabala, Hadaga Vera, Thara, Thara. Artharada, Abshabala, Hadaga Thara. പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിച്ചോ. ഈ പകൽക്കാല ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടട്ടെ. ഈ പകൽക്കാല ദൈവത്തിന്റെ പ്രസാദ ഈ ആലയത്തിന്റെ മേൽ വെളിപ്പെട്ട, നമ്മുടെ മിനിസ്ട്രിയുടെ മേൽ വെളിപ്പെട്ട ഇന്ന് പകൽക്കാല അതിനെ തടയാൻ ആർക്കും കഴിയില്ല, അതിനെ ഉടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഇന്ത്യയിൽ മാത്രമല്ല, ലോക രാജ്യങ്ങളിൽ ഇതിനെ വളർത്തുന്ന ദൈവത്തിന്റെ പ്രീതി, ദൈവത്തിന്റെ ഫേവർ ഈ പകൽ വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക. നിന്റെ പ്രാപ്തിയേക്കാ, നിന്റെ കഴിവിനേക്കാ ഈ പകൽക്കാലം ദൈവത്തിന്റെ ഫേവർ ഈ പകൽ ചലിക്കുകയാണ്. ശബരാധ. ഇത് പ്രസംഗിക്കുമ്പോൾ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് തകർന്നുപോയ കുടുംബങ്ങൾക്കകത്ത്, തകർന്നുപോയ വ്യക്തി ജീവിതങ്ങൾക്കകത്ത്, തകർന്നുപോയ ഭാവി മണ്ഡലങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുക, ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടുക. ഇതുവരെയും ഈ തലമുറ കാണാത്തതുപോലെ നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരുന്ന, നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരുന്ന അസാധാരണമായ നിയോഗങ്ങൾക്ക് വേണ്ടി നിന്റെ തലമുറയെ അഭിഷേകം ചെയ്യുന്ന ഒരു പകലാക്കി ഈ പകൽ മാറുകയാണ്. ഞാൻ കൊതിക്കുന്നു അമ്പ്യർ കാണാൻ ദേശത്ത് നമ്മുടെ ആലയത്തിന്റെ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടട്ടെ. നമ്മുടെ ബ്രാഞ്ച് സഭകളുടെ ദൈവത്തിന്റെ ഫേവർ. ഓ ശബാല ഹർത്തവാല വൈഡവാല ഹർത്തരാബ ശാരധാര ധാര ധാര. ആമേൻ. ശാരധാരാഖമാന രാധാരഗൽഖമ. ആമേൻ. റിഖാബനബലഗട. ഈ പകൽക്കാലം ഈ ദൂത് പിടിക്കണം. ഈ ദൂതിനോട് ആമേൻ പറയണം. ആമേ കഴിവുള്ളവർ നിൽക്കുമ്പോൾ അവരെ നോക്കി നിർത്തിയിട്ട്, ആമേ പച്ച മലയാളത്തിൽ പറഞ്ഞ അവിടെ നോക്കുകുത്തികളാക്കി നിർത്തിയിട്ട്, എൻ്റെ ദൈവം പുറകിൽ കിടക്കുന്ന ഒരുവനെ മുൻപിൽ കൊണ്ടുവരുന്നവന്റെ പേരാ ഫേവർ. ഇന്ന് പകൽ ഞാൻ കൊതിക്കുന്നു നമ്മുടെ ആലയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ, ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ. നമ്മുടെ മിനിസ്ട്രിയുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ, നമ്മുടെ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം നീ ഒരുക്കി വച്ചതല്ല, ദൈവം കരുതി വെച്ച ചിലത് വെളിപ്പെടട്ടെ. ഓ മനസ്സിലായവരുണ്ടോ? നീ ഒരുക്കി വച്ചതല്ല, എൻ്റെ ദൈവം കരുതി വച്ച ചിലത് വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഇന്ന് പകൽ ഈ വചനം പ്രസംഗിക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്കപ്പുറം ഇല ദൈവത്തിൻ്റെ പ്രവർത്തികൾ എൻ്റെ ദൈവം ചെയ്യുക, ഇലവിനെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുക. ആലയത്തിൻ്റെ സ്ഥിതികളെ മാറ്റത്തക്ക രീതിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വലിയ ഫേവർ. ഓ ശബാല ഹർത്തബാല ഹർഷബാല. Amen. Hallelujah. Hallelujah. പ്രിയരെ, ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ട് കഴിഞ്ഞാൽ മനുഷ്യരുടെ പ്രീതി ലഭിക്കും പോലെയല്ല. ഹല്ലേലൂയ. മനുഷ്യൻ ഇന്ന് നല്ല വാക്ക് പറയും, നാളെ മാറി നിന്ന് അമ്മേ നിന്നെ ഇന്ന് ഉയർത്തി വയ്ക്കും, നാളെ താഴെ ഇടും. പക്ഷെ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത, അവൻ ഒരുവനോട് ഫേവർ തോന്നിയാൽ ആ ഒരുവനെ തകർക്കാൻ ഓർക്കും കഴിയില്ല. അമ്മേ ഇന്ന് പകൽക്കാലം എങ്ങനെയുള്ളവരുടെ ജീവിതത്തിനകത്താണ് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുന്നത്? ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം. സീക്ക് ഗോഡ് ഫസ്റ്റ്. ദൈവത്തെ ആമേൻ ആദ്യം അന്വേഷിക്കുന്നവൻ്റെ മേൽ. ആമേൻ. 2 താഴ്മയുള്ളവൻ്റെ മേൽ. 3 ആമേ ദൈവസന്നിധിയിൽ വിശ്വസ്തതയുള്ളവന്റെ മേൽ. അമ്മേ 4 വചനം പറയുന്നു, ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നവന്റെ മേൽ. മനസ്സിലായോ? 1 ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ മേൽ,
2 താഴ്മയുള്ളവൻ്റെ മേൽ, 3 ആമേ വചനം പറയുന്നു വിശ്വസ്തൻ്റെ മേൽ, 4 ദൈവത്തിൽ മാത്രം ആശ്രയിക്കുന്നവൻ്റെ മേൽ വെളിപ്പെടും. അതിൻ്റെ പേരാ ദൈവത്തിൻ്റെ ഫേവർ. ആമേ. പക്ഷെ പ്രിയരെ, ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ദൈവത്തിന് നമ്മളോട് അങ്ങനെ ഫേവർ തോന്നണം. അമ്മേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞാൽ, രൂത്തിനോട് ആമേ ബോവസിനൊരു പ്രീതി തോന്നിയതുപോലെ വചനം പറയുന്നത് കർത്താവിന് നമ്മളോടൊരു പ്രസാദം തോന്നണം. അമ്മേ, പ്രസാദം എപ്പോൾ വെളിപ്പെടുമെന്നും അറിയില്ല, പക്ഷെ അത് വെളിപ്പെട്ട നിന്റെ ചരിത്രം മാറും. അമ്മ, എല്ലാവരുടെ മേലും അത് വെളിപ്പെടില്ല. അതാ രസം. ആമേൻ. എല്ലാവരുടെ മേലും അത് വെളിപ്പെടില്ല. എല്ലാവരുടെ കൂടെയും ദൈവം കാണണമെന്നില്ല. അല്ലോ, ദൈവം കൂടെ കാണണമെന്നില്ല. പക്ഷേ ചിലരുടെ കൂടെ എൻ്റെ ദൈവം ഇരിക്കും. ചിലരുടെ മേൽ ദൈവത്തിൻ്റെ പ്രസാദം വെളിപ്പെടും. അമ്മേ, ദൈവപ്രസാദം വെളിപ്പെട്ട 1-2 പേരെ പരിചയപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. എൻ്റെ മുമ്പിൽ സമയമില്ല. ആമേ, എങ്കിലും ഞാൻ 1-2 വ്യക്തികളെ പരിചയപ്പെടുത്താം. പക്ഷേ അതിനു മുമ്പ് ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ പ്രത്യേകത നീ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പ്രസാദം നിൻ്റെ മേലുണ്ടെങ്കിൽ, അമ്മ, നിൻ്റെ മേലുണ്ടെങ്കിൽ നീ സാധാരണ മനുഷ്യനായിരിക്കാം, പക്ഷേ അസാധാരണമായ വഴികൾ തുറന്നു വരും. നീ സാധാരണക്കാരനാ, യു ആർ എ കോമൺ പീപ്പിൾ. നീ ഒരു സാധാരണ വ്യക്തിയാ, പക്ഷെ നിന്റെ മുന്നിൽ വെളിപ്പെടുന്ന വഴികൾ അസാധാരണമായിരിക്കും. ചിലരുടെയൊക്കെ ജീവിതം കണ്ടിട്ടില്ലേ? ആമേ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കുപ്പക്കുഴിക്കകത്ത് കിടന്നതാ. അമ്മേ, ചോർന്നൊലിക്കുന്ന വീട്ടിനകത്ത് എല്ലാം തകർന്ന്, വിദ്യാഭ്യാസമില്ല, മാറി ഉടുക്കാൻ വസ്ത്രമില്ല, നല്ല ആരോഗ്യമില്ല, നല്ല ആഹാരമില്ല, നടിക്കാൻ പോലും കഴിവില്ല. ആമേൻ. ഒന്ന് പഠിക്കണമെങ്കിൽ, ഒന്ന് ഫീസ് അടിക്കണമെങ്കിൽ 4 വ്യക്തികളുടെ മുമ്പിൽ കൈ നീട്ടണം. പക്ഷെ അങ്ങനെ കിടമ പലതിനെയും എൻ്റെ ദൈവം ഉയർത്തി മാനിച്ചത് കണ്ടിട്ടില്ലേ? അവരുടെ മുൻപിലൊക്കെ തുറന്നു വന്ന വഴികൾ, അവർ ഇന്ന് അനുഭവിക്കുന്ന നന്മകളല്ല അസാധാരണ. ഈ പകൽ ഞാൻ പ്രവചിക്കുക, ഇമ്മലകളിൽ ശൂന്യത അനുഭവിച്ച ആരെങ്കിലും ദൈവത്തിന്റെ ശബ്ദത്തിൽ ചലിച്ചോ, നിന്റെ മേൽ ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെട്ടോ, കുഞ്ഞേ, നിന്റെ ചരിത്രം തിരിക്കുമ്പോ ദൈവം നിന്റെ മേലൊരു പ്രസാദം തോന്നിയ നിന്റെ ഇന്നിന്റെ അവസ്ഥ വിഷയമല്ല, നിന്റെ ഇമ്മലകൾ വിഷയമല്ല. നിന്റെ മുൻപിൽ സൂപ്പർ നാച്ചുറലായത് വെളിപ്പെടും. സൂപ്പർ നാച്ചുറലായ വഴികൾ വെളിപ്പെടും. അസാധാരണമായ വഴികൾ വെളിപ്പെടും. ഞാൻ ആത്മാവിൽ പ്രവചിക്കുക, 2025 ദൈവസഭയ്ക്ക് വേണ്ടി അസാധാരണമായ വഴികൾ ഈ പകൽ വെളിപ്പെടുകയാണ്. ഓ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതി, ആർക്കും ഒതുക്കാൻ കഴിയാത്ത രീതി ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടട്ടെ. ഞാൻ കൊതിക്കുന്നു, ഞാൻ അതിങ്ങനെ സ്വീകരിക്കുന്നു. ഈ പകൽ നമ്മുടെ ആലയത്തിന്റെ ഈ വചനം അങ്ങനെ ചലിക്കട്ടെ. ഇതിന്റെ വളർച്ച നിനക്ക് ഒരു പക്ഷേ അസാധ്യമായിരിക്കും, പക്ഷേ എന്റെ ദൈവം അസാധ്യങ്ങളെ ഈ ദൂത് ചുമ്മാ കൈയടിച്ച് സ്വീകരിക്കരുത്. ഈ പകൽ ഈ ദൂത് ഹൃദയത്തിന്റെ അകത്തളത്തിൽ ആ പലകമേൽ എഴുതിക്കോണ. ഇന്ന് പകൽക്കാലം സ്വീകരിക്കണമെങ്കിൽ മാത്രം സ്വീകരിച്ചോണ്. ഇന്ന് പകൽക്കാലം ഒരുവൻ അത് സ്വീകരിച്ച ദൈവത്തിന്റെ കണ്ണ് ഒരുവന്റെ മേൽ വീണ് കഴിഞ്ഞ അവന്റെ സ്ഥിതികളെ എന്റെ ദൈവം മാറ്റും. അവന്റെ ഭവനത്തിന്റെ ഗതികേടിന് എന്റെ ദൈവം മാറ്റും. Sharadhara Vaidabala Sharadhara Tharam 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 Tharam. Amen. Hallelujah. Amen. ഈ ദൂതിനോട് നിങ്ങൾ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണം. Hallelujah. ഒരുവന്റെ മേൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സാധാരണക്കാരനായിരിക്കും,
പക്ഷേ അവൻ്റെ മുൻപിൽ തുറക്കുന്ന വഴികൾ അസാധാരണമായിരുന്നു. അമ്മേ, ഇന്ന് പകൽക്കാലം ഭാവിക്ക് വേണ്ടി കരയുന്നവരുണ്ടോ? ഈ പകൽക്കാലം ഭാവിക്ക് വേണ്ടി കരയുണ്ടോ? ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി കരയുക. മിനിസ്ട്രിക്ക് വേണ്ടി കരയുന്നവരുണ്ടോ? ദൈവത്തിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി കരയുണ്ടോ? ദൈവത്തിന്റെ പ്രസാദത്തിന് വേണ്ടി കരയുക. ഈ പകൽ അങ്ങനെ നീ കരഞ്ഞ് ദൈവത്തിന്റെ പ്രസാദം നിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞ് ലോകരാജ്യങ്ങളിൽ നിന്നെ മാറ്റി നിർത്താൻ കഴിയാത്ത രീതിയിൽ എൻ്റെ ദൈവം നിന്റെ സഭയെ, നിന്റെ ശുശ്രൂഷയെ, നിന്റെ മിനിസ്ട്രിയെ എൻ്റെ ദൈവം ലിഫ്റ്റ് ചെയ്യുക. Shavala haptara baribara ba shara thara thara shara thara 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 dharam 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 dhara shara bala gadaga shara bala gadaga vikha mana dala gadaga shararigalka. പ്രിയരെ, ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ട സാധാരണക്കാരന് മുമ്പിൽ അസാധാരണമായ വഴി തുറക്കും. അസാധാരണമായ വഴി തുറക്കും. ആമേൻ, ഹല്ലേലൂയ. അതിലേക്കൊക്കെ നമ്മൾ വരും. ആമേൻ. സാധാരണക്കാരന്റെ മേൽ അസാധാരണമായ വഴി തുറക്കും. ആമേൻ. ദൈവത്തിന്റെ ഫേവർ ഒരുവന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ നീ ആരെയും തേടിപ്പോകണ്ട. നീ ആരെയും തേടിപ്പോകണ്ട. പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾ പലതും ഇന്ന വ്യക്തികൾ നമ്മെ സഹായിച്ചിരുന്നെങ്കിൽ, ഇന്ന വ്യക്തി നമുക്കൊന്ന് കരുതിയിരുന്നെങ്കിൽ, ഇന്ന വ്യക്തി ഒന്ന് നന്മ തന്നെങ്കിൽ നമ്മളൊന്ന് വളർന്നേനെ, നമ്മളൊന്ന് നിന്നേനെ, ഒന്ന് ചവിട്ടി നിന്നേനെ എന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരുവൻ്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, ഫേവർ വെളിപ്പെട്ട് കഴിഞ്ഞാൽ, നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നീ ആരെയും തേടിപ്പോകണ്ട. നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചില ശക്തന്മാരെ എൻ്റെ ദൈവം എഴുന്നേൽപ്പിക്കും. ചില ശക്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽക്കാലം നിന്റെ വീട് നീ റെന്റ് എങ്ങനെ കൊടുക്കുക, നിന്റെ ജോലി എങ്ങനെ സ്ഥിരപ്പെടും, ആരെ കണ്ടാ നിനക്ക് വഴി തുറക്ക് എന്നൊക്കെ ചിന്തിച്ചാണോ ഇരിക്കുമേ? ഇന്ന് പകൽ ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ട് നീ തേടി പോകണ്ട. നിന്നെ വളർത്താനുള്ളവർ നിന്നെ തേടി വരും. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്നൊരു ദൂത് ഞാൻ പറയുക. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് വേണ്ടി ചിലരെ എഴുന്നേൽപ്പിക്കണമേ. ദൈവം പറഞ്ഞത് ഇങ്ങനെയാ, എടാ, നിനക്ക് നിന്റെ ആലയങ്ങൾക്ക് റെന്റ് കൊടുക്ക, നിനക്ക് ആലയങ്ങൾ പണിയോ, നിന്റെ സഭയെ വളർത്ത, നിന്റെ ശുശ്രൂഷയെ ഫ്ലറിഷ് ചെയ്യോ. നീ തേടി പോകണ്ട. സമയമാകുമ്പോ അവർ നിന്നെ തേടി കരമടിച്ചു നന്നായി നന്നായി. അനുഭവത്തിന്ന് ഈ പകൽ ദൂത് കൈമാറുമേ. നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി ആരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കുക, ആരെയൊക്കെ ദൈവം എഴുന്നേൽപ്പിക്കുക. ഇന്ന് പകൽ ആരോടും അറിയില്ല, ദൈവാത്മാവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. അടഞ്ഞു കിടക്കുന്ന ഒരു ഭവനത്തിന്റെ താക്കോ, അടഞ്ഞു കിടക്കുന്ന ഒരു ഭവനത്തിന്റെ താക്കോ ഈ പകൽ എന്റെ ദൈവം ആരുടെ കരത്തിൽ ഇന്ന് പകൽ കൊണ്ട് നൽകിയ, സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ ഇന്ന് പകൽ പിടിച്ചോ. നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ പകൽ ഞാനത് സ്വീകരിക്കുക. ഇന്ന് പകൽ വിശ്വസിക്കുക. ഈ പകൽ വിശ്വസിക്ക് കൂടപ്പുറപ്പേ. നിനക്ക് വേണ്ടി സാധാ വഴികളല്ല, സൂപ്പർ നാച്ചുറൽ ഹെൽപ്പ്, അങ്ങനെ ഒരു പദം ദൈവം എന്നോട് പറയുക. അസാധാരണമായ സഹായം. Oh, yes, yes, oh, sorry, come on, thara. Vaidamana, Hattarada, Rikamana. അസാധാരണമായ സഹായം, അസാധാരണമായ സഹായം.
supernatural help ഈ പകൽക്കാലം ഈ ആലയത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. Undeserved grace, undeserved grace, ഒരിക്കലും തകതിയില്ലാത്ത ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. Open new doors, പുതിയ വാതിലുകൾ തുറക്കട്ടെ. പട്ടണങ്ങളെ പിടിക്കുക. എന്റെ ദൈവം ചിലവരെ എഴുന്നേൽപ്പിക്കട്ടെ. പട്ടണങ്ങളെ തൊടുന്ന ആത്മാവിന്റെ അഭിഷേകത്തെ ഈ പകൽക്കാലം സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. നീ ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ ലോകരാജ്യങ്ങളുടെ വാതിൽ നിനക്ക് വേണ്ടി എന്റെ ദൈവം തുറന്നു വരും. നിനക്കറിയാത്ത വ്യക്തികൾ അപ്രതീക്ഷിതമാ നീയുമായി കണ്ടുമുട്ടാൻ പോകുക. നീയുമായി കണ്ടുമുട്ടാൻ പോകുക. അപ്രതീക്ഷിതമാ. Oh, Sarabala. Amen. Sarabala. Amen. Hallelujah. 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 Amen. ഇന്ന് പകൽക്കാലം വന്നിരുന്ന് പൊടിയും തട്ടിയൊക്കെ പോകുന്നവർക്ക് പോകാം. പക്ഷെ ദൈവപ്രസാദമുള്ളവരോടൊരു ദൂത് പറയാം. നിന്നെ സഹായിപ്പാൻ ചിലർ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്നെ സഹായിക്കാൻ ദൈവം ചിലവരെ എഴുന്നേൽപ്പിക്കും. ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ ഫേവർ നിന്റെ കൂടാരത്തിൽ ദൈവം വെളിപ്പെടും. നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി അർഹതയില്ലാത്ത കുടുംബങ്ങളെ ആത്മാവ് കണക്ട് ചെയ്യുക. നിന്റെ തലമുറയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചില ശക്തന്മാരെ ദൈവം പറയുന്നു. ചില ശക്തന്മാരെ ദൈവം കണക്ട് ചെയ്യും. പ്രിയരെ, ജനം ബാബിലോണിൽ പ്രവാസത്തിലാ. ആലയം തകർന്നു കിടക്കുക. ആമേ. അതൊരു വിഷത്തിന്റെ മേൽ അവളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ട് അവർ പറയുക, ഈ അന്യനാട്ടിൽ ഞാൻ സിയോന്റെ ഗീതങ്ങൾ എങ്ങനെ പാടും, എങ്ങനെ ആരാധിക്കും? ഈ അടിമ വീട്ടിൽ കിടന്ന് ഞങ്ങൾ എങ്ങനെ സ്തുതിക്കും? ഞങ്ങളുടെ ആലയം തകർന്നു കിടക്കുകയല്ലേ? ദൈവത്തിന്റെ ആലയം തകർന്നു കിടക്കുകയല്ലേ? ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങേണ്ട ഇടം തകർന്നു കിടക്കുകയല്ലേ? പക്ഷെ വചനം പറയുന്നത് കേട്ടോ, ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങുന്ന യെരൂശലേം ദേവാലയത്തെ പണിയാൻ. ആലയത്തെ ഇടിഞ്ഞുപോയ ആലയത്തെ പണിയാ. എന്റെ ദൈവം ആരത്തെ എഴുന്നേൽപ്പിച്ചോന്നറിയാമോ? ഒരു നെഹമ്യാവിനെയോ ഒരു എസ്രയോ ഈ ലോകത്തിലുള്ള അല്ലെങ്കിൽ ആ യെരൂശലേമുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെയുമല്ല, രാജാവായ ഹോരശിനെ എന്റെ ദൈവം എഴുന്നേൽപ്പിച്ചു. അസാധാരണമാ ഒരു രാജാവിനെ കൊണ്ട് ആലയം പണിയിച്ചു എങ്കിൽ ഈ തലമുറയിൽ നിന്റെ മിനിസ്ട്രിക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി അസാധാരണമായ ഒടിഞ്ഞ കൈകളുള്ളവനല്ല, നിറഞ്ഞ ഭണ്ഡാരമുള്ളവന്. ഈ പകൽ പിടിക്കാമെങ്കിൽ പിടിച്ചോ, ഈ പകൽ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. സെരുബാബേലേ, നിനക്കാലയം പണിയോ, ഞാനൊരു ഹോരശിനെ എഴുന്നേൽപ്പിക്കും. ഇന്ന് പകൽ ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ചില ഹോരശുമാർ എഴുന്നേൽപ്പിക്കുക. യെശയ്യാവ് പറയുന്നു, ഹോരശന്റെ ഇടയൻ. ദൈവത്തിന്റെ പ്രീതി വെളിപ്പെട്ട, ദൈവത്തിന്റെ ഫേവറുള്ള ജനത്തിന്റെ മടിവിലാലയപ്പെടുകയോ ഒരു ജാബിയ രാജാവിനെ പിടിക്കാമെങ്കിൽ ഒരു ദൂത് ഞാൻ പറയാ. ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോ രാജകൊട്ടാരത്തിലെ മൺമകൾ
നിന്റെ കരത്തിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സ്വീകരിക്കുന്നുണ്ടോ? ഈ പകൽ ഞാൻ അത് ഏറ്റെടുക്കോ. ഇന്ന് പകൽ ഇവിടെ പ്രസംഗിക്കുമ്പോ രാജാക്കന്മാരുടെ കരത്തിൽ മുമ്പ് നന്മകൾ വെളിപ്പെടുമ്പോ പ്രിയരെ, ദൈവപ്രസാദമുള്ള ജനത്തിന് ആലയം പണിയാൻ എവിടെ നിന്ന് നന്മ വന്നു? കൊട്ടാരത്തിലെ ഭണ്ഡാരത്തു നിന്ന് നന്മ വന്നു. ചിന്തിക്കാൻ കഴിയോ? ചിന്തിക്കാൻ കഴിയോ? രാജകൊട്ടാരത്തിനല്ല അവരുടെ പാർപ്പ്. അവരുടെ പാർപ്പ് അടിമകളായിട്ടാണ്. ബാബിലോണിയ മുദ്ര പതിഞ്ഞ അടിമകളാണ്. അടിമകൾക്ക് അവരുടെ ദൈവത്തെ ആരാധിക്കാൻ ആലയം പണിയോ? ഭണ്ഡാരത്തിലെ നന്മ കൊടുക്കുമോ? ഉള്ള കാലത്ത്, ദൈവത്തെ ആരാധിച്ചിരുന്ന കാലത്ത് ഇവർക്കുള്ള നന്മകളെല്ലാം അപകരിച്ച് അവിടെ ഭണ്ഡാരത്തിൽ പൂട്ടിയതാ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇമ്മലകളിൽ ഇവർക്കുള്ളതെല്ലാം നെബൂഖദ്നേസർ പിടിച്ച് അവിടെ ഭണ്ഡാരത്തിനകത്ത് പൂട്ടിയതാ. ആ ദേശത്തെ ഒരു മരുഭൂമിക്ക് തുല്യമാക്കി. ഇട്ടുകളഞ്ഞ ദേശത്തിന്റെ മടുവിൽ ഒരാലയം പണിയ എന്റെ ദൈവം ജാതീയ രാജാവിനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ, എന്റെ ദൈവാത്മാവിന്റെ പ്രാർത്ഥനാ മുറിയിൽ കരഞ്ഞുകൊണ്ട് ചില ആളുകളോ ദിവസങ്ങളാ ഞാൻ ദൈവത്തോട് എൻ്റെ കിടക്കയിൽ കിടമ ഞാൻ ദൈവസന്നിധി കരഞ്ഞപ്പോ എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നിട്ട് എന്നോട് ദൈവാത്മാവ് പറഞ്ഞതാ, കുഞ്ഞേ, ദൈവത്തിന്റെ പ്രീതി നിന്റെ മേലുണ്ടോ? നീ സഹായം തേടിപ്പോണ്ടോ? നിന്നെ സഹായിക്കേണ്ടവർ നിന്നെ തേടി വരൂ, നിന്നെ തേടി വരൂ. നീ ഇരിക്കും ഇരിപ്പടച്ച് എത്ര പേർക്ക് സ്വീകരിക്കാൻ കഴിയുമെന്നറിയില്ല. നിനക്ക് വീട് പണിയേണ്ട സഹായം, നിനക്ക് രാജ്യങ്ങളിൽ ആലയം പണിയേണ്ടത്, നിന്റെ ശുശ്രൂഷ ലോക രാജ്യങ്ങളിൽ എത്തേണ്ടത്, നിനക്ക് അഭിഷിക്തന്മാരെ സപ്പോർട്ട് ചെയ്യേണ്ടതിന്, ദൈവവേലയെ വളർത്തേണ്ടതിന് നീ നന്മ തേടിപ്പോണ്ട്. രാജാക്കന്മാരുടെ അരമനയിൽ നിന്ന് നിനക്കും നന്മ വരും, നിനക്കും നന്മ വരും. ഈ പകൽ ദൈവസഭ വിശ്വസിച്ചോ, ഇതുവരെ കാണാത്ത നന്മകൾ ആലയത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഈ ദേശത്ത് വെളിപ്പെടാൻ പോകുക. എന്നോട് ദൈവാത്മാവ് പറയുന്നൊരു ദൂത്, ദൈവാലയത്തിൻ്റെ ഒരു ബ്രേക്കറ്റ് പീരീഡ് എൻ്റെ ദൈവം പൊളിക്കും. ദൈവം പൊളിക്കും. ദൈവം പൊളിച്ച് ഈ ആലയത്തെ പുറത്തിറക്കുമ്പോൾ വണ്ടികൾക്കകത്ത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, 5ലധികം വാഹനങ്ങൾ റൂട്ടുകളിൽ വിട്ട് നിറഞ്ഞ ആൾക്കൂട്ടമായി ആലയത്തിന്റെ മുൻപിൽ വന്നിറങ്ങുന്ന സീസണുകളെ ദൈവം തുറക്കും. വലിയൊരു ദൈവ പ്രവർത്തികളെ ദൈവം ഒരുക്കും. നീ ചെങ്കടലെന്ന് വിചാരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവ പാതകളെ ഒളിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ കാണാത്ത ദൈവത്തിന്റെ ഫേവർ ആലയത്തിനകത്ത് വെളിപ്പെടാൻ പോകുമ്പോ എൻ്റെ ഹൃദയത്തിനകത്ത് ഒത്തിരി ആഗ്രഹമുണ്ട് ഡീപ്പായിട്ട് പ്രസംഗിക്കണമെന്ന്. എൻ്റെ മുമ്പിൽ സമയമില്ല. പക്ഷെ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിനകത്ത് തന്ന 1-2 ചിന്തകൾ
ദൈവം അനുവദിച്ചാൽ ഓരോ വ്യക്തികൾ എങ്ങനെയാണ് ദൈവകൃപ വെളിപ്പെട്ടത്, ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടതെന്ന് ഞാൻ അടുത്ത ആഴ്ചയിൽ നിങ്ങളോട് കൈമാറാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടാൽ ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും, നിന്നെ തേടി വരും. കണ്ടിട്ടില്ലേ, എല്ലാം തകർന്ന കുടുംബത്തിനകത്ത് ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കും, ചില വ്യക്തികൾ തേടി വരും. എത്രയോ അനുഭവങ്ങൾ എനിക്ക് ടെസ്റ്റിമണിയായിട്ട് പറയാനുണ്ട്. നിന്നെ വളർത്താൻ എൻ്റെ ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കും. നിന്റെ കുടുംബത്തിൻ്റെ ദാരിദ്ര്യത്തെ മാറ്റാൻ ചിലർ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കേണ്ടവർ നിന്റെ കണ്ണുനീർ തുടച്ചില്ലേലും കണ്ണുനീർ തുടയ്ക്കാൻ എൻ്റെ ദൈവം ചിലർ എഴുതി. നീ വാവിട്ട് നിലവിളിച്ച രാത്രികൾക്കകത്ത് നിന്നെ സഹായിക്കാൻ എൻ്റെ ദൈവം എഴുന്നേറ്റ് വരും. ശബാരാധനകൾക്ക് ദൈവത്തിൻ്റെ ആരാമേൻ ദൈവത്തെ ആരാധിക്കേണ്ടവർ, ദൈവവേല ചെയ്യേണ്ടവരും മാറി നിൽക്കുമ്പോൾ നിനക്ക് കഴിയുന്ന രീതിയിൽ നീ ഓടി വന്ന് ദൈവത്തെ ആരാധിക്കുമില്ലേ? സമയം കിട്ടുമ്പോഴെല്ലാം മുട്ടുകുത്തി ദൈവസന്നിധി കരയുമില്ലേ? ആരാധന ഉള്ളപ്പോഴെല്ലാം ആലയത്തിനകത്ത് വന്നിരുന്നു കരയുമില്ലേ? അങ്ങനെയുള്ളവനും ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടും. പ്രിയരെ, എനിക്ക് കൃപ തോന്നണമെന്നുള്ളവനോട് കൃപ തോന്നും, എനിക്ക് ദയ തോന്നണമെന്നുള്ളവനോട് ദയ തോന്നും. പക്ഷെ ഞാനിങ്ങനെ പറയാം, ഒരുവൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടാൽ അവൻ്റെ മേൽ ഡിവൈൻ പ്രിഫറൻസ് ഉണ്ടാകും. അതാ ഞാൻ പറഞ്ഞത്, പുറകെ നിൽക്കുന്ന നിന്നെ സ്വർഗം മുന്നിൽ കൊണ്ടുവരും. ഒരു കഴിവും കാണില്ല. അമ്മൻ എത്രയോ ദൈവദാസന്മാർ ലൈവാ, ഞാൻ എടുത്തു പറയുന്നില്ല, വലിയ പ്രസംഗമൊന്നും കാണില്ല, വലിയ കഴിവൊന്നും കാണില്ല, വലിയ ഗ്ലാമറൊന്നും കാണില്ല, വലിയ പ്രാപ്തിയൊന്നും കാണില്ല. ഒറ്റ കാര്യം, ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടു. ദൈവം മുന്നിൽ കൊണ്ടുവന്നു. അതാ ഗോഡ്സ് പ്രിഫറൻസ്. ആർക്കും കൊടുക്കാത്തത് നിന്റെ മേൽ വെളിപ്പെടും. ആർക്കും കൊടുക്കാത്ത അഡ്മിഷൻ നിന്റെ തലമുറയ്ക്ക് ലഭിക്കും. ശക്തന്മാരുടെ മക്കൾ പഠിക്കുന്ന ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു മാതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞതൊരു കാര്യമുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം അവിടെ ഹസ്ബൻഡ് യൂബർ ഓടാൻ പോയപ്പോൾ തൻ്റെ കാറിനകത്ത് കയറിയത് ഒരു മലയാളിയാണ്. പക്ഷേ താൻ ആ രാജ്യത്ത് 4 ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. മലയാളി ആയതുകൊണ്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് ദേശക്കാരാണ്, ഏത് നാട്ടുകാരാണ്? പുറകിലിരുന്ന ബിസിനസ്സുകാരൻ പറഞ്ഞു, ഞാൻ ഇന്ന ദേശത്താണ്. അവർ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? പറഞ്ഞു, എൻ്റെ 2 മക്കളും ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. ആ ഓട്ടിച്ച വ്യക്തിയുടെ മൂത്ത മകൾ പഠിക്കുന്നത് ആ സ്കൂളിലാ. മോക്ക് നാണക്കേടാകുമെന്ന് കരുതി അപ്പം പുറത്തു പറഞ്ഞില്ല. പഠിക്കുന്നത് ഏകദേശം ലക്ഷങ്ങൾ ഒരു മാസം ചിലവിട്ട് പഠിക്കുന്ന സ്കൂളിലാണ് പഠിക്കുന്നത്. പക്ഷെ അപ്പൻ കാറ് ഡ്രൈവ് ചെയ്ത് പോവുക. ബാക്കിൽ കയറിയ 4 ബിസിനസ്സുള്ള ബിസിനസ്സുകാരൻ്റെ കുഞ്ഞും അതേ സ്കൂളിലാ. വല്ലതും മനസ്സിലായോ? മോക്ക് നാണക്കേട് വരുമെന്ന് പറഞ്ഞാൽ അപ്പം പറഞ്ഞില്ല, എൻ്റെ മോളും അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇവർ 2 പേരുടെയും മക്കൾ ഒരേ ക്ലാസ്സിലാ പഠിക്കുന്നത്. അതിൻ്റെ പേരാ ഫേവർ. പ്രാപ്തിയില്ല, പണമില്ല, കഴിവില്ല, മിടുക്കില്ല, പക്ഷേ അർഹതയില്ലാത്തടുത്ത് നിന്റെ തലമുറയെ പഠിപ്പിക്കും. അർഹതയില്ലാത്ത രാജ്യത്ത് വളർത്തും. അർഹതയില്ലാത്ത ഉപജീവനത്തിൽ എന്റെ ദൈവമേ ഉയർത്തും. പ്രാപ്തിയില്ല, കഴിവില്ല, പ്രസംഗിക്കാൻ വാക്ചാതുര്യമില്ല, വലിയ കൃപാവരമൊന്നുമില്ല. വേണ്ട, ദൈവത്തിന്റെ ഫേവർ വന്നോ ഞാൻ നിന്നെ രാജ്യങ്ങളിൽ ദൈവം ഉപയോഗിക്കാം.
ഒരു ഉറപ്പ് ഞാൻ പറയാം, പലരും ഈ വഴി തേരാപാര നടക്കുമ്പോ അമ്മേ എന്ന് പറഞ്ഞ ഒരു പണിയില്ലാതെ ദൈവം ഉയർത്തേണ്ട പലതും ഈ വഴി നടക്കുമ്പോ ദൈവസന്നിധി താണിരുന്ന് വിശ്വസ്തയോടെ ഇരുന്ന, അല്പത്തിൽ നീ വിശ്വസ്തനാണെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയ്ക്കകത്ത് ദൈവത്തെ മുറുകെ പിടിച്ച ഒരു ദൂത് ഞാൻ പറയാം, നിന്നെ അർഹതയില്ലാത്ത രീതി ദൈവം മാനിക്കും. എങ്ങനെയാ അവൻ മാനിക്കുന്നതെന്നറിയാമോ? നിന്നെ ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യും. നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യും. ദൈവത്തിന്റെ ഫേവർ വെളിപ്പെട്ടാൽ അർഹതയില്ലാത്ത ഭാവിയുണ്ടാകും, അർഹതയില്ലാത്ത ഉയർച്ചയുണ്ടാകും. നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ റേഞ്ചിനനുസരിച്ച് നമ്മൾ നോക്കൂ. പക്ഷെ ദൈവം ഒരുവൻ്റെ മേൽ ഫേവർ വെളിപ്പെടുത്തിയാൽ അർഹതയില്ലാത്തത് അവൻ്റെ മേൽ വെളിപ്പെടും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ പകൽക്കാലം ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെട്ടാൽ ചില വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. നിന്റെ തലങ്ങളെ ദൈവം പൊളിക്കും. നിനക്ക് വേണ്ടി ദൈവം വഴികളെ തുറക്കും. നിന്റെ കയ്യിൽ നന്മ കൊണ്ട് നിറയ്ക്കും. അടുത്തൊരു പദം മാത്രം പറഞ്ഞ് ഞാൻ ഉറപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാൻ പോവുക. റോമാലേഖനമാണ് തോത്. റോമാലേഖനം 8-ാം അധ്യായം. യെസ്, റോമാലേഖനം 8-ാം അധ്യായം. അവിടെ പൗലൂസ് ഏകദേശം 4-5 കാര്യങ്ങൾ ചോദ്യചിഹ്നം പോലെ ചോദിക്കുന്നുണ്ട്. 31-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ വായിക്കാം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഹലോ, റോമാലേഖനത്തിന് താഴോട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 4-5 ചോദ്യങ്ങളുണ്ട്. പൗലൂസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം വിധിക്കും? അങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ട്. പക്ഷെ ആദ്യത്തെ ചോദ്യ, അത് സംബന്ധിച്ച് ഞാൻ എന്തു പറയണ്ടോ? ഞാൻ എന്താ പറയേണ്ടത്? കേശുലാറ്റ് പറയുക, എന്റെ ജനമേ, ഞാൻ എന്താ പറയേണ്ടത്? ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലമാകും? അവന്റെ മൂലഭാഷയിൽ പറയുന്നത്, ദൈവം കൂടെയുള്ളവനെ എതിരെ ആര് നിൽക്കും? ദൈവം ഒരുവന്റെ മേൽ ഫേവർ വെളിപ്പെടുത്തിയോ, ദൈവത്തിന് പ്രസാദമുള്ളവന് ആർക്കും തകർക്കാൻ കഴിയോ? ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തോ ഏതും മന്ത്രവാദിക്കൊതുക്കാൻ കഴിയോ? ദൈവം ഒരുവനെ തിരഞ്ഞെടുത്തോ ഉലകത്തിലൊരു കൂട്ടുകെട്ടിനും ഒതുക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. ദൈവം ഒരുവന്റെ കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഫേവർ ഒരുവന്റെ കൂടെയുണ്ടെങ്കിൽ അവനെ തകർക്കാൻ ആർക്കും കഴിയില്ല. അമ്മേ, ഞാൻ തിരിച്ചു പറയട്ടെ, പിണങ്ങരുത്. ദൈവം നിന്റെ കൂടെയില്ലാതെ ഈ ലോകത്തെന്തുണ്ടായാലും, ഓ പിണങ്ങി. ദൈവം നിന്റെ വീട്ടിനകത്തില്ലാതെ, ദൈവം നിന്റെ വിദ്യാഭ്യാസത്തിലില്ലാതെ, നിന്റെ തലമുറയുടെ കൂടെ ദൈവമില്ലാതെ, നിന്റെ മിനിസ്ട്രിയിൽ ദൈവമില്ലാതെ, നിന്റെ പ്രസംഗത്തിൽ ദൈവമില്ലാതെ, നിന്റെ പ്രവചനത്തിൽ ദൈവമില്ലാതെ ഈ ലോകത്തെന്തുണ്ടായാലും അത് തകർന്നു പോകാം. പക്ഷെ ഞാൻ ആത്മാവിൽ പറയട്ടെ, ഈ ലോകത്തിലെ ഒന്നുമില്ലെങ്കിലും ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ ആർക്കും തകർക്കാൻ കഴിയില്ല. ഈ ഞായർ പകലിൽ ആത്മാവ് വ്യക്തമായി ചിലരോട് ദൂത് കൈമാറുകയാ. കുഞ്ഞേ, എന്റെ പ്രീതി നിന്റെ കൂടെയുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ആർക്കും കഴിയില്ല. അത് നന്നായിട്ട് അറിയാന്നുള്ള മോശ ഒരിക്കൽ പറഞ്ഞു, അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടല്ലേ, എന്നെ നീ അയക്കരുത്. മിസ്രൈമിൽ നന്മ കാണും, പക്ഷേ അങ്ങ് കാണില്ല.
എൻ്റെ കൂടെ ഇസ്രായേൽ ജനം കാണും, പക്ഷെ അങ്ങ് കാണില്ല. അങ്ങില്ലാത്ത ആമേ മിസ്രൈമിലെ കൊട്ടാരത്തേക്ക് അങ്ങുള്ള മരുഭൂമി എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ദൈവം അനുകൂലമെങ്കിൽ ആര് നിനക്ക് പ്രതികൂലമാകും? ആ പദം ഒന്ന് പറഞ്ഞ, ദൈവം അനുകൂലമെങ്കിൽ ആര് പ്രതികൂലമാകും? ആർക്ക് തകർക്കാൻ കഴിയൂടാ? ആർക്ക് നിന്നെ തീർത്ത് കളയാൻ കഴിയും? ദൈവത്തിന്റെ ഫേവറുള്ള ഒരുവനെയും ആർക്കും ഒതുക്കാൻ കഴിയില്ല. എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്ക തന്നെ ചെയ്യും. ഈ പകൽ ഈ ദൂത് ഞാൻ കൈമാറുമ്പോ ഏതൊക്കെ കൂടാരങ്ങള് ദൈവം എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കുകയാണ്. അമ്മ ഓരോ വ്യക്തികളെ എടുത്തു പറയണം. എൻ്റെ മുമ്പിൽ സമയമില്ല. കർത്താവ് അനുവദിച്ച അടുത്ത ആഴ്ച ഞാനത് തൊടും. ഈ ഒറ്റ ദൂത് പിടിച്ചോണം. ദൈവത്തിൻ്റെ ഫേവർ ഉള്ളവൻ്റെ എതിരെ ആര് നിൽക്കും? ഞാനെപ്പോഴും പറയാം, ദൈവത്തിൻ്റെ ഫേവർ ഉള്ളവനെതിരെ ഒന്നും സംസാരിക്കല്ലേ. സംസാരിക്കല്ലേ. ഹല്ലേലൂയ. അത് പാസ്റ്ററാണേലും അത് വിശ്വാസിയാണേലും ഏത് വലിയ പുള്ളികളാണേലും ദൈവ തിരഞ്ഞെടുത്തവനെതിരെ സംസാരിക്കരുത്. നീ തകരുമെന്നല്ലാതെ അവന്റെ തലയിലെ രോമത്തിൽ നടക്കുതൊടാ കഴിയില്ല. കാരണം അതുപോലും എന്റെ ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുക. ചുമ്മാ കിടമ്പോ സംസാരിക്കാമേ ഉള്ളൂ. പൈശാചിക പദ്ധതിയെ നിനക്ക് പദ്ധതിയിടാമെന്നേ ഉള്ളൂ. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാരെ. ദൈവം നിന്റെ സഭയെ വളർത്താമെന്ന് പദ്ധതിയിട്ടാൽ ആർക്കതിൻ്റെ വളർച്ചയെ തടുക്കാൻ കഴിയും? ദൈവം നിന്റെ തലമുറയ്ക്കൊരു ഭാവി തരാൻ നിശ്ചയിച്ചാൽ ആർക്കതിനെ ഒതുക്കാൻ കഴിയും? ദൈവം നിന്റെ മിനിസ്ട്രിയെ ബ്ലസ് ചെയ്യാൻ തീരുമാനിച്ച ആർക്കതിനെ ഒതുക്കാൻ കഴിയും? ദൈവം നിന്റെ തലമുറയ്ക്ക് ഒരു അഡ്മിഷൻ തരാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവ ആർക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും? ദൈവം നിനക്കൊരു വീട് പണിയോ പദ്ധതിയിട്ടോ അവ ആർക്ക് നിർത്താൻ കഴിയും? ദൈവം നിന്നെ അർഹതയില്ലാത്ത ഉപജീവനത്തിലിരിക്കാൻ പദ്ധതിയിട്ട അവനെ ബ്ലോക്ക് ചെയ്യാൻ ആർക്ക് കഴിയും? ദൈവം നിനക്ക് വേണ്ടി രാജ്യങ്ങളുടെ വാതിൽ തുറന്ന് അവനെ തകർക്കാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. ആർക്കും കഴിയില്ല. കാരണം നീ ദൈവപ്രസാദമുള്ളവനാണ്. ദൈവത്തിൻ്റെ ഫേവർ ഉള്ള വ്യക്തിയാണ്. കരമുയർത്തിപ്പറ, ഞാൻ ദൈവപ്രസാദമുള്ളവനാണ്. ഞാൻ ദൈവപ്രസാദമുള്ളവനാണ്. അവന്റെ പ്രസാദ ജീവപര്യന്തമുള്ളവൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയട്ടെ. ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ വാറണ്ടി ഉണ്ടല്ലോ, വാറണ്ടി. ഇറ്റ്സ് എ ലൈഫ് ലോങ്. ആമേൻ. നമ്മൾ കടയിൽ പോകുമ്പോൾ പറയാറില്ലേ, സാറേ ഇത് ലൈഫ് ലോങ് വാറണ്ടി ഉള്ളതാണ്, എപ്പോൾ വേണമെങ്കിലും ഞങ്ങളെ ഒന്ന് വിളിച്ചാൽ മതി. ദൈവത്തിൻ്റെ പ്രസാദത്തിൻ്റെ പ്രത്യേകത ഇറ്റ്സ് എ ലൈഫ് ലോങ്. നിന്നെ 6 അടി മണ്ണിലെടുത്തു വയ്ക്കുന്നത് വരെയും അവിടം കൊണ്ട് തീരില്ല. നിന്റെ തലമുറയോളം ദൈവത്തിൻ്റെ പ്രസാദം വെളിപ്പെടും. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ പ്രീതി നിന്നിൽ വെളിപ്പെട്ടത് കൊണ്ട്. ഇന്ന് പകൽ വിശ്വസിക്ക, ആരും കാണാത്തത് നീ കാണും. ആരും അനുഭവിക്കാത്ത നന്മ നീ അനുഭവിക്കും. ആരെക്കൊണ്ടും പണിയാൻ കഴിയാത്ത ഭവനത്തിൽ നീ പണിതു പാർക്കും. ആർക്കും പിടിച്ചെടുക്കാൻ കഴിയാത്ത മല്ലന്മാരുടെ ദേശം നീയും നിന്റെ തലമുറയും പിടിച്ചെടുക്കോ. ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത രാജ്യങ്ങൾ, കോണ്ടിനെന്റുകൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, വേഷങ്ങൾ നിന്റെ കാൽ ചവിട്ടും. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ പറ, നീ കാൽ ചവിട്ടുന്ന ദേശം നീ കർത്താവിന് വേണ്ടി സ്വന്തമാക്കുന്ന സീസണുകളെ ദൈവം വെളിപ്പെടുത്തും.
അമ്മ ഒരു നിമിഷം ദൈവസ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നാട്ടെ.